അപ്പോൾ ഇന്നൊരു ചായ കുടിച്ചിട്ട് ഇന്നത്തെ ദിവസം ആരംഭിക്കുകയാണ്. അങ്ങനെ ചായ കുടിച്ചിട്ട് നേരെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. അപ്പം കഴിഞ്ഞ ദിവസം 2 ദിവസമായിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നിടത്ത സ്ഥലത്ത് തന്നെയാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അവിടെ നല്ല ദോശ കിട്ടുമായിരുന്നു, ഓംപ്ലേറ്റും. അങ്ങനെ ഏകദേശം 11 മണി 10:45 ആയപ്പോഴത്തേന് ഗസ്റ്റ് വന്നു. അവർ പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, താഴെ ഒരു കഫേ ഉണ്ട്, ഞങ്ങളവിടെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, വണ്ടി ഇവിടെ കിടന്നോട്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വണ്ടിയെ റിസോർട്ടിൽ തന്നെ ഇട്ടിട്ട് ഇവിടെ വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 12 മണി കഴിഞ്ഞപ്പോഴത്തേന് അവരെത്തി കേട്ടോ. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് ആലപ്പുഴയ്ക്കാണ്. അപ്പോൾ ആലപ്പുഴ 4 മണിയായപ്പോൾ എത്തി. ഇടയ്ക്കൊരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചു, അവർ ഫുള്ള് വെജാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് അവരിറങ്ങി. ഇനി നേരെ പോകുന്നത് പഗോഡ എന്ന് പറയുന്ന റിസോർട്ടിലേക്കാണ്. പഗോഡ വരുന്നത് മറ്റേ ചുങ്കത്താണ്. അപ്പോൾ പഗോഡ റിസോർട്ടിലെത്തി ലഗേജൊക്കെ ഇറക്കി വെച്ചു. അവർ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി അകത്തേക്ക് പോയി. ഇനി ഞങ്ങൾ ഇവർക്ക് കുറേ പർച്ചേസ് ഉണ്ടായിരുന്നു. അപ്പോൾ പർച്ചേസിന് വേണ്ടിയാണ് ഇനിയും പോകേണ്ടത്. അവർ 6 മണിയാകുമ്പോൾ ഇറങ്ങാമെന്നാണ് പറഞ്ഞത്. അപ്പം ഞാനിവരെയൊക്കെ കുറച്ച് നേരം നോക്കിയിരുന്നിട്ട് ഒരു തലവേദന എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒരു ചായ കുടിക്കാമെന്ന് വെച്ചു. അപ്പോൾ പിന്നെ ഇനി ചായക്കടയിലോട്ടാണ് പോകുന്നത്. അപ്പം ബോട്ടിങ് കൊടുക്കുന്നിടത്തായിരുന്നു ഈ ചായക്കട ഉള്ളത്. ഒരു ചേച്ചിയുടെ ചായക്കടയായിരുന്നു. ഞാനൊരു ചായ പറഞ്ഞു. പിന്നെ ഞങ്ങൾ നേരെ പോയത് ചിപ്സ് കടയിലോട്ടാണ്. അപ്പം ചിപ്സ് കടയിൽ പോയി അവർ വില കേട്ടപ്പം ഞെട്ടിപ്പോയെന്ന് തോന്നുന്നു. അവർ കുറച്ചേ മേടിച്ചുള്ളൂ. അപ്പം നമുക്ക് കോംപ്ലിമെൻ്ററി തരുന്നതായി ചിപ്സ്. പിന്നെ ഞങ്ങൾ നേരെ പോയത് കസുവാലയത്താണ്. അവർക്ക് സാരി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ സാരി ഒരെണ്ണം മേടിച്ചു. പിന്നെ നേരെ വന്നു, ഹോട്ടലിൽ വന്നു, ഫുഡ് അടിച്ചു. അപ്പമായിരുന്നു കേട്ടോ. ഞാൻ അപ്പവും ബീഫ് കുറുമയായിരുന്നു. പിന്നെ അവിടെ ഡ്രൈവർ ചേട്ടന്മാർ കുറേ പേരുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിട്ട് അപ്പം പിന്നെ രാവിലെയായി. ഇനിയും ഇന്ന് ഡ്രോപ്പാണ് വൈകുന്നേരം. അപ്പം ഞാൻ ഇന്നലെ പാഴ്സൽ മേടിച്ച കടയിൽ തന്നെ പോയി ഒപ്പവും സെയിം ബീഫ് കുറുമയും മേടിച്ചിട്ടുണ്ടോ. ബീഫ് കുറുമ അടിപൊളിയായിരുന്നു, നല്ല സൂപ്പറായിരുന്നു കേട്ടോ. 2 പീസേ ഉള്ളൂ, എന്നാലും അടിപൊളിയായിരുന്നു. പിന്നെ എനിക്ക് വണ്ടിയുടെ ഓയിലൊക്കെ ഒന്ന് മാറണമായിരുന്നു. അതായത് ഓയിൽ മാറാൻ ഒരു 12,000 കിലോമീറ്ററോട് പിന്നെ ഓടി. അപ്പം ഏകദേശം 2,000 കിലോമീറ്റർ ഓടിയപ്പം പിന്നെ ഞാൻ ഓയിൽ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം വണ്ടി പെയിൻറ്റിങ്ങിന് ചെയ്യാൻ പോയപ്പം ഓയിൽ മാറേണ്ടതായിരുന്നു. പക്ഷെ അന്ന് ലേറ്റ് ആയതുകൊണ്ട് മാറാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ മെക്കാനിക്ക് വന്നു. മെക്കാനിക്കിനെ നോക്കി ഇത്ര നേരം നിൽക്കുമായിരുന്നു. അപ്പം മെക്കാനിക്ക് വന്നു. പുള്ളി ഓയിൽ അഴിച്ചു വിടുകയാണ്, പഴയ ഓയിൽ അഴിച്ചു വിടുമായിരുന്നു. ഓയിൽ കറുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എയർ ഫിൽറ്റർ അഴിച്ചു. എയർ ഫിൽറ്റർ മാറണ്ടെന്ന് ഞാൻ പറഞ്ഞു, കാരണം കഴിഞ്ഞ ദിവസമായിരുന്നേ മാറിയത്. അപ്പോൾ പിന്നെ അത് ക്ലീൻ ചെയ്തിട്ടിട്ടു. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഇവർക്ക് ഡേ ക്രൂസ് ആയിരുന്നു. ഡേ ക്രൂസ് ബോട്ടിംഗ് ആയിരുന്നു. അപ്പം 1 മണിയാകുമ്പോൾ ചെക്ക് ഇൻ ചെയ്യണമെന്നാണ് പറഞ്ഞത്. 1 മണിക്ക് ചെക്ക് ഇൻ ചെയ്തിട്ട് 6 മണിയാകുമ്പം വരും. 6 മണിയാകുമ്പോഴാണ് ചെക്കൗട്ട്. അങ്ങനെ ഞാൻ നേരെ പോയൊരു ഊണ് കഴിക്കാൻ പോയി. ഒരു വീട്ടിലൂണ് ഒരു ഇത്ത നടത്തുന്ന കടയായിരുന്നു കേട്ടോ. നല്ല സൂപ്പർ ഊണായിരുന്നു. അവർക്ക് ഒരു കൈക്ക് വയ്യാത്തതായിരുന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞ് പയ്യെ എടുത്ത് തരത്തുള്ളൂ. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, പയ്യെ എടുത്ത് തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞ് നേരെ ബോട്ടിങ്ങിൻ്റെ പാർക്കിങ്ങിലേക്കാണ് പോയത്. അപ്പം കുറച്ച് നേരം കഴിഞ്ഞപ്പം ഭയങ്കര ചൂട്, ഒരു സോഡ കുടിച്ചാലോ എന്ന് ആലോചിച്ചു. അപ്പോൾ പിന്നെ ഒരു സോഡയൊക്കെ കുടിച്ചു. അപ്പോൾ ഏകദേശം ഒരു 6:20 ആയപ്പോഴത്തേന് ഗസ്റ്റ് വന്നു കേട്ടോ. അപ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു, കൊള്ളാമെന്ന് പറഞ്ഞു. ഇനി നിങ്ങൾ നേരെ പോകുന്ന റിസോർട്ടിലേക്കാണ്. അപ്പോൾ റിസോർട്ടിൽ ചെന്നു, അവരോടെല്ലാം യാത്ര പറഞ്ഞു. ആ മോൻ ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ നേരെ ആലപ്പുഴ KSRTC ബസ് സ്റ്റാൻഡിലായിരുന്നു വന്നത്. എൻ്റെ വൈഫും 2 പിള്ളേരും വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാനങ്ങോട്ട് കാലി പോകുന്നതുകൊണ്ട് അവർ എന്നെ കൂട്ടാൻ വേണ്ടി വന്നതാണ്. അപ്പം ചുമ്മാ വർത്താനമൊക്കെ പറഞ്ഞ് പോകാമല്ലോ, ഇതൊക്കെയല്ലേ ഒരു സന്തോഷം. അങ്ങനെ ഞങ്ങൾ നേരെ AC റോഡിൽ കയറി. അവിടുന്ന് ഡീസൽ അടിക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് ഷാപ്പിലേക്ക് കേട്ടോ. അപ്പം ഷാപ്പിൽ ഫുഡ് കഴിക്കാനാണ് കേട്ടോ, കള്ള് കുടിക്കാനല്ല. അപ്പം ഗരുഡാഗിരി എന്നായിരുന്നു ഷാപ്പിൻ്റെ പേര്. അതായത് AC റോഡിൽ നിന്ന് ഏകദേശം ഒരു 1.4 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അപ്പം അപ്പുവിന് എന്താ വേണമെന്ന് ചോദിച്ചപ്പോൾ അപ്പു പറഞ്ഞു എനിക്ക് മഞ്ച് വേണമെന്നൊക്കെയാണ് പറയുന്നത് ഷാപ്പിൽ വന്നിട്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു. ഞാൻ അപ്പമാണ് പറഞ്ഞത്, വൈഫ് കപ്പ പറഞ്ഞു, മോൻ പൊറോട്ടയാണ് പറഞ്ഞത്. അങ്ങനെ ഇവർക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ ഞണ്ട്. എനിക്ക് പോർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനൊരു പോർക്കും പറഞ്ഞു, ഒരു ഞണ്ടും പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ അപ്പമൊക്കെ വന്നിട്ടുണ്ട്, ഇനിയും ഒരു പിടി പിടിക്കണം. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി തുടങ്ങി. നല്ല ഫുഡായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. ഫുഡ് അടിപൊളിയായിരുന്നു. അപ്പോൾ എപ്പോഴും ഫോണിലാണ്. ഇത് പോർക്കാണ്, നല്ല പീസായിരുന്നു. പക്ഷേ എനിക്ക് ഞണ്ടിനോട് വലിയ താല്പര്യമില്ല. എന്നാലും ചെറുതായിട്ട് ഞാൻ കഴിച്ചു, പക്ഷെ വലിയ താല്പര്യമില്ല എനിക്ക്.
പിന്നെ ഞങ്ങൾ മറ്റേ വരാലാണ് പറഞ്ഞത്, വരാൽ കറി. ചേമ്പുണ്ടായിരുന്നു കേട്ടോ, ചേമ്പിൻ്റെ ആ മുളകില്ലേ അത് ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പം എനിക്ക് വേണ്ടിയാണ് ചേമ്പ് പറഞ്ഞത്, എനിക്ക് ചേമ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ വരാൽ കറിയും കൂട്ടി ഫുഡൊക്കെ കഴിച്ച് നേരെ ബില്ല് കണ്ട് ഞെട്ടി ഇറങ്ങി പോന്നു. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് വീട്ടിലേക്കാണ്. ഇനിയും പാക്കേജ് വരുന്നത് ചിലപ്പം അടുത്ത ദിവസം പാക്കേജ് ഉണ്ടെന്നാണ് പറഞ്ഞത്, അറിയില്ല. ഇനി അടുത്ത വിശേഷങ്ങളായിട്ട് പിന്നെ കാണുന്നത് വരെ ബൈ.